ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ബീഫ് വരട്ടിയതാണ് കേട്ടോ. അപ്പം നമുക്കതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം. കുറഞ്ഞ ചേരുവകൾ വെച്ച് നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് വരട്ട് ഉണ്ടാക്കാം. 1/2 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെള്ളം നല്ല വാർത്തിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ഒരു 3 സവോള ഇതുപോലെ കനം കുറച്ച് സ്ലൈസ് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വലിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്കൊരു 2 ടീസ്പൂൺ വിനീഗറാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്, സുറുക്ക. എന്നിട്ട് നല്ലവണ്ണം ഒന്നും കൂടെ മിക്സാക്കി എടുക്കണം. ഇതിലോട്ട് ഞാനൊരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കൂടി പോകരുത്. വെന്ത് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്നും വെള്ളം വാർന്നു വരും. ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ളൊരു മസാല റെഡിയാക്കണം. ആ പാൻ നല്ല ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയായാലും കുഴപ്പമില്ല, പക്ഷേ കുരുമുളക് വറുത്ത് എടുക്കുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്, വലിയ ജീരകം. എന്നിട്ട് ഇതാ നല്ലവണ്ണം ഒന്നത് വറുത്തെടുക്കണം. ലോ ഫ്ലെയിം ആക്കിയിട്ട് വറുത്തെടുത്താൽ മതി. ഇതൊന്ന് ചെറുതായിട്ട് കളറ് മാറി തുടങ്ങിയാൽ ഇതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വറുത്തെടുത്തിട്ട് വേണം കേട്ടോ ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ, എന്നാലേ ആ കളറ് കിട്ടുകയുള്ളൂ. ഇതിലോട്ട് 1.5 ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടിൽ തന്നെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്നും കൂടെ വറുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് കളറ് മാറി തുടങ്ങിയാൽ നമുക്കിതിലോട്ട് തക്കാളി ചേർക്കാം. പിന്നെ ഇതിലേക്ക് 3 ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. ഇതിലേക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോവാം. ബീഫിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തത് കാരണം ഞാനപ്പം ഇത് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. തക്കാളിയൊക്കെ ഒന്ന് നല്ലവണ്ണം വെന്ത് കിട്ടാനായിട്ടാണ്. ഇനി ഇതിലോട്ടൊരല്പം കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ പൊടിച്ച് വെച്ച പൊടിയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് വെന്ത ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല വഴറ്റി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇതിന് ഈ കളറ് കിട്ടുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക.
അത് നല്ലവണ്ണം വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിടാം. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതൊന്ന് ചൂടാറിയാലും മസാല ഒന്ന് തിക്കായി വരും കേട്ടോ. അപ്പോൾ അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്